എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ പേര് വത്സല നായർ എന്നാണ്. എനിക്ക് ഒരു 40 വർഷത്തെ ടീച്ചറായിട്ടിരുന്ന എക്സ്പീരിയൻസ് ഉണ്ട്. ആദ്യത്തെ 10 വർഷം പത്മശേഷാദ്രി എന്ന് ചെന്നൈയിലെ ഒരു നല്ല സ്കൂളിലാണ് ജോലി ചെയ്തത്. അതിന് പിന്നെ കേന്ദ്രീയ വിദ്യാലയത്തിൽ കയറി. അതിലൊരു 30 വർഷം ടീച്ചറായിട്ട് പല കേന്ദ്രീയ വിദ്യാലയത്തിലും അക്രോസ് ദ കൺട്രി ട്രാൻസ്ഫറബിൾ ജോബ് ആയതുകൊണ്ട് പല സ്കൂളുകളിലും ജോലി ചെയ്തു. പിന്നെ ഒരു ലാസ്റ്റ് 5 ഇയേഴ്സ് റിട്ടയർമെൻറ്റിന് മുമ്പേ പ്രിൻസിപ്പളായിട്ട് സെലക്ഷൻ കിട്ടി. ജബൽപൂരിൽ 2 വർഷം, പിന്നെ ട്രിവാൻഡ്രത്ത് 3 വർഷം, 1 വർഷം KV SAP പേരൂർക്കടയിലും പിന്നെ KV പട്ടം ട്രിവാൻഡ്രത്തും ആയിട്ട് ജോലി ചെയ്ത് റിട്ടയറായി. ഇപ്പം ഇതിൽ 2008 എൻ്റെ സേവനത്തിനെ ഓണർ ചെയ്യാൻ വേണ്ടി മിനിസ്ട്രി ഓഫ് HRDന്ന് എനിക്ക് ദ ബെസ്റ്റ് ടീച്ചർ അവാർഡ് കിട്ടി. അപ്പോൾ അതിനൊക്കെ കാരണം ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ഡെഡിക്കേറ്റഡ് സർവീസും അതല്ലാതെ എനിക്ക് ഒരുപാട് സപ്പോർട്ടും കിട്ടിയിരുന്നു. നമുക്കൊരു ജോലി സ്ഥലത്ത് നല്ല പേരെടുക്കണമെങ്കിൽ നമ്മൾ മാത്രം നന്നായിട്ടിരുന്നാൽ പോരാ, നമുക്ക് പലരുടെ സപ്പോർട്ടും വേണം. അപ്പോൾ ആ രീതിയിൽ എനിക്ക് എൻ്റെ സ്റ്റുഡൻസിൻ്റെ പേരൻസിൻ്റെ, എൻ്റെ കലീഗ്സിൻ്റെ, പ്രിൻസിപ്പൽസിൻ്റെ, സൊസൈറ്റിയിലെ എല്ലാ സ്ഥലത്തുനിന്നും എനിക്ക് നല്ല ഒരു സപ്പോർട്ട് കിട്ടിയതുകൊണ്ടാണ് എനിക്ക് ഇത്രയും വലിയ ഒരു അവാർഡൊക്കെ എനിക്ക് നേടാൻ പറ്റിയത്. അപ്പം അങ്ങനെ ഇരുന്ന് ഇപ്പം ഈ റിട്ടയർമെൻറ്റ് കഴിഞ്ഞ ഉടനെ ഞാൻ വിചാരിച്ചു, നമുക്ക് സൊസൈറ്റിക്ക് ഇനി എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു കടപ്പാടും ഉണ്ട്. സൊസൈറ്റിയിൽ നിന്ന് നമുക്ക് ഇത്രയും നേടിയെടുത്തു, അപ്പം നമുക്ക് സൊസൈറ്റിക്ക് എന്തെങ്കിലും തിരിച്ച് കൈമാറായിട്ട് എന്തെങ്കിലും ചെയ്യണം. എന്ത് ചെയ്യാം, നമുക്ക് ആവശ്യം എന്തുവാ എന്ന് വെച്ചാൽ ഞാനിപ്പം ട്രിവാൻഡ്രത്താണ് സെറ്റിൽഡ്. അപ്പം ട്രിവാൻഡ്രത്ത് അല്ലെങ്കിൽ കേരളത്തിൽ ഒട്ടുമൊത്തമായിട്ട് എന്തുവാ ഇവിടെ ആവശ്യം എന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത്, ഒരുപാട് പേർക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ഒരു മടിയുണ്ട്. അത് ഒരു വലിയ ഒരു തമ്പിങ് ബ്ലോക്കാണ് എന്ന് എനിക്ക് തോന്നി. അപ്പോൾ എന്നാൽ പിന്നെ നമുക്കറിയാവുന്ന രീതിയിൽ നമ്മളതിനെ മാറ്റിക്കൊടുക്കണം എന്ന് വിചാരിച്ച് തൈക്കാടിൽ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് അക്കാഡമി ഒന്ന് തുടങ്ങി. അതിൽ സ്കൂൾ സ്റ്റുഡൻസും കോളേജ് സ്റ്റുഡൻസും മാത്രമല്ല, ഒരുപാട് പേര്, അതായത് ഓഫീസിൽ ജോലി ചെയ്യുന്നവർ, 10-50 വയസ്സായവർ, പ്രൊമോഷന് കാത്തിരിക്കുന്നവർ, വീട്ടമ്മമാർ, അങ്ങനെ എല്ലാ മേഖലയിൽ നിന്നും ആൾക്കാർ വന്ന് ജോയിൻ ചെയ്തു. നല്ല രീതിയിൽ പഠിച്ച് എടുത്തു. പക്ഷേ എന്നെ സംബന്ധിച്ചവരെ അവരെല്ലാം വന്നത് സ്പോക്കൺ ഇംഗ്ലീഷ് ഫൈൻ ട്യൂൺ ചെയ്യണം, സ്പോക്കൺ ഇംഗ്ലീഷ് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വരുന്നത്. പക്ഷേ ഇവരെല്ലാവരിലും ഒരു കാര്യം എനിക്ക് കണ്ടെത്താൻ പറ്റി. അതായത് ഇവർക്ക് ഫ്രീ ആയിട്ട് എന്തുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് ആലോചിച്ചപ്പം അവർക്ക് ഗ്രാമറിലാണ് തകരാറ്. അതായത് ഗ്രാമർ അവർക്ക് ശരിക്ക് പിടികിട്ടുന്നില്ല. ഇപ്പം ഷീ ഹാസ് എ കാർ, ദേ ഹാവ് എ കാർ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് എന്തിനാ ഹാസ് ഇടുന്നത്, ഒരു സ്ഥലത്ത് എന്തിനാ ഹാവ് ഇടുന്നത് എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. അങ്ങനെ ഒരുപാട് അവരുടെ ചോദ്യത്തിനെ എനിക്ക് വളരെ ക്ലിയറായിട്ട് ഒരു കാര്യം മനസ്സിലായത്, അവർക്ക് ബാക്ക്ഗ്രൗണ്ട്, അതായത് ഗ്രാമർ സ്ട്രോങ് അല്ല. അതൊരു മെയിൻ കാരണം. രണ്ടാമത്തെ കാരണം, അവർക്ക് ഫ്ലൂയൻസി ഇല്ലാത്തതിൻ്റെ ഇനിയൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞാൽ, ഇപ്പം എന്തെങ്കിലും നമുക്ക് ഒന്ന് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മളുടെ മാതൃഭാഷയിലാണ് അതിനെ ചിന്തിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം മലയാളത്തിൽ ചിന്തിച്ചിട്ട് കുറേശ്ശെ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്കും. അതിന് കുറച്ച് സമയം പിടിക്കും. അതുമാത്രമല്ല, ഈ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴാണ് അതിനകത്ത് ഇസ് ഇടണോ വാസ് ഇടണോ, പ്രസൻറ്റ് ടെൻസിൽ പറയണോ പാസ്റ്റ് ടെൻസിൽ പറയണോ, എന്തിടണം, എന്തിട്ടാൽ ശരിയാകും എന്നൊക്കെ നമ്മളുടെ മനസ്സിങ്ങനെ, നമ്മുടെ തലച്ചോറിൽ ഒരുപാട് ഇങ്ങനെ റിയാക്ഷൻസും ചോദ്യങ്ങളും ഒക്കെ കടന്ന് ഓടുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ഒരു ടൈം ലാഗ് കൊണ്ടുവരുന്നുണ്ട്. അതായത് ഒരാൾ നമ്മളടുത്ത് ഒരു ചോദ്യം ചോദിച്ചാൽ പെട്ടെന്ന് ഇംഗ്ലീഷിൽ തിരിച്ച് പറയാൻ അറിയണം. അതാണ് ഫ്ലുവൻസി. അപ്പോൾ അത് ഉടനെ തിരിച്ച് പറയാൻ വയ്യെങ്കിൽ ഇവിടെ പ്രോസസ്സിങ് കുറേ നടക്കുന്നുണ്ട്. ആ പ്രോസസ്സിങ്ങിന് നമുക്ക് ഒരുപാട് സമയം എടുക്കുന്നുണ്ട്.
ആ സമയത്തിനുള്ളിൽ നമ്മളുടെ അടുത്ത് ചോദ്യം ചോദിച്ച ആൾ ക്ലിയറായിട്ട് നമ്മളെ മനസ്സിലാക്കും ഇവന് ഇത് പോരാ. അതായത് ശരിക്ക് നേരെ ചൊവ്വേ ഗ്രാമർ അറിഞ്ഞുകൂടാന്നൊന്നും അവർ വിചാരിക്കത്തില്ല, ഇംഗ്ലീഷ് പോരാ, അത്രയേ ഉള്ളൂ. ഇവന് ഇംഗ്ലീഷ് പോരാ, വലിയ പിടുത്തമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ശരി എന്ന്. അപ്പോൾ ഇപ്പോൾ ഈ ഇൻ്റർവ്യൂവിനും അല്ലെങ്കിൽ 4 പേര് ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന കൂട്ടത്തിൽ നിൽക്കുമ്പോഴും, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് സംസാരിക്കേണ്ടി വരുന്നു, നമ്മുടെ മനസ്സിലുള്ളത് വെളിയിൽ എക്സ്പ്രസ് ചെയ്യണം എന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട്, പക്ഷേ ഒന്നും വായിന്ന് വെളി വരുന്നില്ല. എന്നുവെച്ചാൽ അതിൻ്റെതായ എന്തോ നമ്മളെ പിൻവലിക്കുന്നു. അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കാരണങ്ങൾ. പിന്നെ നമ്മൾ എപ്പോഴും ഇംഗ്ലീഷിൽ സംസാരിക്കുന്നില്ല, ഇംഗ്ലീഷ് എപ്പോഴും നമ്മൾ കേൾക്കുന്നില്ല, ഇങ്ങനെ പല പല കാരണങ്ങളുണ്ട്. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ മനസ്സിലാക്കി എടുത്തിട്ട് ഞാൻ എൻ്റെ അക്കാഡമിയിൽ ചേർന്നവരടുത്ത് പറഞ്ഞതാണ്, നിങ്ങൾ നോക്കൂ, നിങ്ങൾ ആദ്യം ഗ്രാമർ പഠിക്കണം. ഗ്രാമർ പഠിച്ചാൽ ഏതൊരു ലാംഗ്വേജിനും ഒരു നല്ല രീതിയിൽ ആ ലാംഗ്വേജിനെ കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ റൂൾസ് പഠിക്കണം. ഇപ്പോൾ ഇംഗ്ലീഷിന് മാത്രമല്ല റൂൾസ്, ഏത് ലാംഗ്വേജ് എടുത്താലും ശരി, ജർമ്മൻ എടുക്കണം, ജാപ്പനീസ് എടുക്കണം, തമിഴ് എടുക്കണം, മലയാളം എടുക്കണം, ഇംഗ്ലീഷ് എടുക്കണം, ഹിന്ദി എടുക്കണം, ഏത് ലാംഗ്വേജിനും അതിൻ്റെതായ ഗ്രാമറുണ്ട്. അപ്പോൾ ആ ഗ്രാമറും അതിൻ്റെ യൂസേജും അതിൻ്റെ പ്രൊനൗൺസിയേഷനും എല്ലാം നമുക്ക് പഠിച്ചെടുത്താൽ മാത്രമേ ആ ലാംഗ്വേജ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ രീതിയിൽ എനിക്കിപ്പം തോന്നിയത് ഗ്രാമറാണ് ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞ് അവർക്കെല്ലാം ഞാൻ ഗ്രാമറാണ് ആദ്യം പഠിപ്പിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അവരും എൻ്റെ കൂടെ നിന്നു, ഗ്രാമറൊക്കെ 2 വർഷമൊക്കെ ചേർന്ന് നിന്ന് പഠിച്ചെടുത്ത് പിന്നെ കുറേശ്ശെ അവർക്ക് തന്നെ വൺസ് ലാംഗ്വേജ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റിയ പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു അതിൻ്റെ സ്പീഡ് നമുക്ക് പ്രാക്ടീസ് ചെയ്തെടുക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ആദ്യം കറക്റ്റായിട്ട് ഇംഗ്ലീഷ് എഴുതാൻ പഠിക്കണം, പിന്നെ ഉള്ളൂ സംസാരം. അപ്പോൾ ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരുന്നു, നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നു. പിന്നെ ഈ കോവിഡ് വന്നപ്പം കംപ്ലീറ്റ് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എനിക്കും എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനെ പൂട്ടേണ്ടി വന്നു. അങ്ങനെ എൻ്റെ സ്റ്റുഡൻസിന് വേണ്ടി ഞാൻ കുറേ മെറ്റീരിയൽസൊക്കെ ചേർത്ത് വെച്ചിരുന്നത് അതൊക്കെ വീട്ടിൽ കൊണ്ടുവന്നപ്പം വീട്ടിലുള്ള എൻ്റെ മക്കളൊക്കെ പറഞ്ഞു, അമ്മ ഇതൊക്കെ വെച്ച് ഒരു ബുക്കായിട്ട് എഴുതണം എന്ന് പറഞ്ഞു. അങ്ങനെ കോവിഡ് സമയത്ത്, കൊറോണ സമയത്ത് ഒരു 2 വർഷം ഒറ്റയടിക്ക് വീട്ടിലിരുന്ന് ഞാൻ 2 ബുക്ക് എഴുതി. അതായത് ഒന്ന് ഈസി ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറഞ്ഞ് ഗ്രാമറിനെ കുറിച്ചുള്ള ബുക്കും, രണ്ടാമത്തെ ബുക്ക് ലെറ്റസ് ടോക്ക് എന്ന് വെച്ചാൽ സ്പോക്കൺ ഇംഗ്ലീഷ് ആയിരുന്നല്ലോ ആദ്യത്തെ എൻ്റെ നോട്ടം. അപ്പോൾ അതിനെക്കുറിച്ച് അതിൻ്റെ മെറ്റീരിയൽസ് കളക്ട് ചെയ്തെല്ലാം വെച്ചുകൊണ്ട് ലെറ്റസ് ടോക്ക് എന്ന് 2 ബുക്ക് എഴുതി. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഈസി ഇംഗ്ലീഷ് ഗ്രാമർ ബുക്കിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പം ഇതിൽ നിങ്ങൾക്കിപ്പോൾ തോന്നാം ഗ്രാമർ ബുക്ക് എന്ന് പറയുമ്പോൾ ഇഷ്ടംപോലെ കിടപ്പുണ്ട്, ഏത് കടയിൽ പോയാലും നമുക്ക് ആവശ്യത്തിന് ഗ്രാമർ ബുക്കുകൾ കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പം മാഡത്തിൻ്റെ ബുക്കിൽ എന്തോ പ്രത്യേകത എന്ന് ചോദിക്കാം, നിങ്ങൾക്ക് മനസ്സിൽ തോന്നാം. അപ്പം എൻ്റെ ബുക്കിൻ്റെ സ്പെഷ്യാലിറ്റീസ് ഒന്ന് ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമ്പർ 1, എൻ്റെ ഇത്രയും വർഷത്തെ 40 വർഷത്തെ എക്സ്പീരിയൻസിൽ എനിക്ക് നല്ല പോലെ മനസ്സിലായിട്ടുണ്ട് ഏത് രീതിയിൽ എടുത്തു പറഞ്ഞാൽ മറ്റവർക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ള അതാ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് വന്നതാണ്. അതൊന്ന്. അപ്പം ഞാൻ തന്നെ ബുക്ക് എഴുതിയതുകൊണ്ട് ഞാൻ ഇതിൽ വേറെ ആരുടെയും സഹായം നേടിയിട്ടില്ല. അപ്പം ഞാൻ തന്നെ ബുക്ക് എഴുതുമ്പം ഞാൻ വളരെ പർട്ടിക്കുലറായിട്ടിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ലാംഗ്വേജ്, ഞാൻ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് വളരെ സിമ്പിളായിട്ടിരിക്കണം. എന്താണെന്ന് വെച്ചാൽ ആസ് ഇറ്റ് ഈസ് ഇംഗ്ലീഷ് ഒരു ഫോറിൻ ലാംഗ്വേജാണ്, നമ്മൾ എപ്പോഴും ഇംഗ്ലീഷിൽ സംസാരിക്കാറില്ല, സംസാരിക്കുന്നത് കേൾക്കാറില്ല. നമ്മളെ ചുറ്റിയുമുള്ളതെല്ലാം ആണ്, മലയാളത്തിലാണ് ആളുകൾ സംസാരിക്കുന്നത് എല്ലാം. അപ്പം അങ്ങനെയുള്ള ഒരു ലാംഗ്വേജിനെ നമ്മൾ ഫോർമലായിട്ട് പഠിച്ചെടുത്താലേ പറ്റൂ. ഫോർമൽ എന്ന് വെച്ചാൽ എന്തുവാ, ചുമ്മാ ഈ ഇപ്പോൾ 2 വയസ്സിലെ ഒരു കൊച്ച് നമ്മുടെ കുടുംബത്തിൽ ജനിക്കുന്നു, അത് 2 വയസ്സാവുന്നു, നമ്മുടെ വീട്ടിൽ അതിനെ ചുറ്റിയുള്ളവരെല്ലാം മലയാളത്തിൽ സംസാരിക്കുന്നു. അതുകൊണ്ട് തന്നെത്താനെ അതിന് ബ്ലാക്ക് ബോർഡില്ല, ചോക്ക് പീസില്ല, നോട്ട്ബുക്കില്ല, ഒന്നുമില്ല, എന്നാലും അത് തന്നെത്താനെ സംസാരിക്കാൻ പഠിക്കുന്നു, ഇല്ലയോ? പക്ഷെ അത് ഇൻഫോർമൽ ലേണിംഗ്. അങ്ങനെ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാനൊക്കത്തില്ല. നമ്മൾ നേരെ ചൊവ്വേ ഒരു സ്കൂളിൽ പോയി പഠിക്കണം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് നല്ല പഠിച്ച ഒരാളിൻ്റെ അടുത്ത് ട്യൂഷൻ എടുത്ത് പഠിക്കണം. അതിൻ്റെ അർത്ഥമാണ് ഫോർമൽ ലേണിംഗ്. സോ അങ്ങനെ ഒരു ഫോർമൽ ലേണിംഗ് ഇല്ലെങ്കിൽ ഒരു ഫോറിൻ ലാംഗ്വേജ് പഠിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്.
അങ്ങനെ പറയാൻ പോയാൽ ഇപ്പം മലയാളമാണെങ്കിൽ തന്നെ, മലയാളം നമ്മുടെ മാതൃഭാഷയാണെങ്കിൽ പോലും മലയാളത്തിൽ നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ ഒരു സ്കൂളിൽ പോയി പഠിച്ചാലേ ഒക്കത്തുള്ളൂ, ഇല്ലയോ? വീട്ടിൽ സംസാരിക്കുന്നത് മാത്രം വെച്ച് നമുക്ക് വലിയ ലെവലിന് പോകാനൊക്കത്തില്ല, അല്ലയോ? അപ്പം ഇംഗ്ലീഷിന് ഇത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം ഗ്രാമർ നല്ല രീതിയിൽ ഫോർമൽ രീതിയിൽ ഒരു ആൾ അത് നല്ല അറിഞ്ഞ ഒരാളിൻ്റെ അടുത്തുനിന്ന് അല്ലെങ്കിൽ ആ ആൾ എഴുതിയ ബുക്ക് മുഖാന്തരം നമ്മൾ പഠിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. അതിൽ എക്സ്ട്രാഡ് കെയർഫുള്ളായിട്ടാണ് ഞാൻ ഇരുന്നത്. വലിയ വലിയ വാക്കുകളൊക്കെ ഇട്ട് പഠിക്കാൻ തുടങ്ങുന്നവരെ പേടിപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല. നമ്പർ 1. നമ്പർ 2, ഒരുപാട് ഗ്രാമർ റൂൾസ് ഉണ്ട്. അപ്പോൾ ഈ റൂൾസ് എഴുതി അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്ത് അതിന് കുറേ എക്സാമ്പിൾസൊക്കെ ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ എക്സാമ്പിൾസൊക്കെ ആണെങ്കിലേ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്നതാണ്. അല്ലാതെ അമേരിക്കയിലും ലണ്ടനിലും എവിടെയെങ്കിലും ഒക്കെ ഉള്ള സിറ്റുവേഷൻസ് ഒന്നുമല്ല ഞാൻ തന്നിരിക്കുന്നത്. ഇവിടുത്തെ നമ്മുടെ ജീവിതത്തിൽ ഡേ ടു ഡേ ലൈഫിൽ എന്തൊക്കെ ചെയ്യുന്നോ അത് വെച്ചാണ് ഞാൻ എക്സാമ്പിൾസ് എഴുതിയിരിക്കുന്നത്. അപ്പോഴേ സാധാരണ തുടക്ക നിലയിലുള്ള ഒരാളിന് പഠിക്കുമ്പം പെട്ടെന്ന് പിടികിട്ടത്തുള്ളൂ. അതൊരു കാര്യം. 3ാമത്, ഞാൻ ഒരുപാട് ഗ്രാമർ ബുക്സ് ഓടിച്ചു വിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായത് ഗ്രാമറിനെ കുറിച്ച് ഇപ്പം നൗൺ അല്ലെങ്കിൽ പ്രോനൗൺ, വേർബ് എന്നൊക്കെ പറഞ്ഞു അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഒരു എക്സസൈസും വലുതായിട്ടില്ല. അല്ലെങ്കിൽ ഒരു 5 സെൻറ്റൻസ് എക്സസൈസ്, ഡു ഇറ്റ് യുവർ സെൽഫ് എന്നൊക്കെ പറയും. പക്ഷേ അത് പോരാ. അപ്പം ആ പോരായ്മയെ നികത്താൻ വേണ്ടി ഞാൻ ഓരോ ചാപ്റ്ററിൻ്റെ ഒടുക്കലും ഒരുപാട് എക്സസൈസസ് തന്നിട്ടുണ്ട്. അപ്പം ഒരു വ്യക്തി ആ ലെസൺ നല്ലപോലെ പഠിച്ചെടുത്തിട്ട് ഇത്രയും എക്സസൈസ് ചെയ്യുമ്പോഴേ ആ വ്യക്തിക്ക് എത്ര ദൂരം ആ ചാപ്റ്റർ മനസ്സിലാക്കിയെടുത്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാകത്തുള്ളൂ. അതിനുവേണ്ടി ഇഷ്ടം പോലെ എക്സസൈസ് തന്നിട്ടുണ്ട്. പിന്നെ 3ാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, എല്ലാ ഗ്രാമർ ബുക്കിലും തൊട്ടും തൊടാതെയും കുറച്ചൊക്കെ എക്സസൈസ് കൊടുത്തിട്ടുണ്ട്. എന്നാലും അതിനൊന്നും ആൻസർ ഇല്ല. അപ്പം സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാണെങ്കിലും അല്ലെങ്കിൽ ട്യൂഷൻ എടുക്കുന്ന ടീച്ചേഴ്സാണെങ്കിലും അല്ലെങ്കിൽ കുട്ടികൾക്ക് വീട്ടിൽ പറഞ്ഞു കൊടുക്കുന്ന അമ്മമാർക്കോ അച്ഛന്മാർക്കോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ആണെങ്കിലും ഈ എക്സസൈസ് ചെയ്യിപ്പിക്കുന്നു. പക്ഷേ അതിൻ്റെ കറക്റ്റ് ആൻസർ എന്തുവാന്ന് അവർക്കേ അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ളപ്പം കുട്ടികളെ എങ്ങനെ അവർ തിരുത്തും? കുട്ടികളെ എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കും? ഇതൊക്കെ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടിയ പാഠങ്ങളാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഈ ക്ലാസ് വർക്കും ഹോംവർക്കും ഒക്കെ എടുത്ത് നോക്കും എല്ലാ ക്ലാസ്സിൻ്റെയും. അപ്പോൾ ഈ ഗ്രാമറൊക്കെ അങ്ങനെ ജങ്കായിട്ട് വിട്ടേക്കും. അപ്പം ഞാൻ ടീച്ചേഴ്സിനെ വിളിച്ച് ചോദിക്കും, ഇതെന്തുകൊണ്ട് പഠിപ്പിച്ചു കൊടുത്തില്ല? ഇത് ബുക്കിലുണ്ടല്ലോ, ഇതെന്താ, ഇതിന് കൂടുതൽ നിങ്ങളെന്താ പറഞ്ഞു? മാഡം, ഞങ്ങൾക്ക് അതിൻ്റെ അത്ര ക്ലിയർ അല്ല മാഡം. അവർ ഓപ്പണായിട്ട് പറയും. അതും എൻ്റെ റിട്ടയർമെൻറ്റിന് പിന്നെ ഒരു പ്രൈവറ്റ് സ്കൂളിൽ ജോലി ചെയ്തു. വലിയ പേരുകേട്ട സ്കൂളാണ്. പക്ഷേ അവിടുത്തെ ടീച്ചേഴ്സിനും അവരുടെ സബ്ജക്റ്റിൽ നോളേജുണ്ട്, വലിയ ക്ലാസ്സിലുള്ള പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന്. പക്ഷേ ഇംഗ്ലീഷ് ടീച്ചേഴ്സ് എന്ന് പറയുമ്പം ചെറിയ ക്ലാസ്സിൽ ഇപ്പോൾ പ്രൈമറിയിലാണ് ഇംഗ്ലീഷിൻ്റെയൊക്കെ ഏത് ലാംഗ്വേജിനും നമ്മൾ ഫൗണ്ടേഷൻ ഇടേണ്ടത്. പക്ഷേ ആ ക്ലാസ്സുകളിലൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് ഇംഗ്ലീഷ് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ അറിയാൻ വയ്യ. ഇംഗ്ലീഷ് വായിക്കും. കേരളത്തിൽ അതും ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാവരും കടന്ന് വായിക്കും, എഴുതും. പക്ഷേ സ്വന്തമായിട്ട് കോപ്പി ചെയ്യും. പക്ഷേ സ്വന്തമായിട്ട് എഴുതാൻ പറഞ്ഞാൽ പറ്റുന്നില്ല, സ്വന്തമായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പം ടീച്ചേഴ്സിനും ഇതേ ബുദ്ധിമുട്ടാണ്. ക്ലാസ്സുകളിൽ ഇംഗ്ലീഷ് വായിക്കും, പക്ഷേ എക്സ്പ്ലെയിൻ ചെയ്യുമ്പം മലയാളത്തിലാണ് പറയുന്നത്. ഇംഗ്ലീഷ് മലയാളത്തിൽ പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ പിന്നെ ആ കുട്ടി ഇംഗ്ലീഷ് മീഡിയം എന്ന് പറഞ്ഞാൽ ആ സ്കൂളിൽ വരേണ്ട കാര്യം എന്തുവാ? പേരൻസ് എത്ര പാടുപെട്ടാണ് ആ കുട്ടിയെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർത്ത് എത്ര ഫീസ് കെട്ടിയാണ് പഠിപ്പിക്കുന്നത്? അപ്പം ഞാൻ ടീച്ചേഴ്സിന് ചോദിക്കുന്നത്, നിങ്ങളെന്താ ഇത് പഠിപ്പിച്ചു കൊടുക്കാത്തത്? ഈ ഭാഗം ഗ്രാമർ എന്താ ചെയ്യിപ്പിക്കാത്തത്? മാഡം, ഞങ്ങൾക്ക് ആൻസർ അറിഞ്ഞുകൂടാ എന്ന്. അങ്ങനെയൊക്കെ എനിക്ക് ഒരുപാട് എൻകൗണ്ടേഴ്സ് കിട്ടിയപ്പം എൻ്റെ അനുഭവത്തിൽ കൂടെ ഞാൻ ഇതൊക്കെ മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ ഒരുപാട് എക്സസൈസും കൊടുത്ത് എല്ലാ എക്സസൈസിനും ഉള്ള ആൻസേഴ്സും തന്നിട്ടുണ്ട്. അപ്പം ആര് കുട്ടിയെ പഠിപ്പിച്ചാലും അല്ലെങ്കിൽ കുട്ടി സ്വയം പഠിച്ചാലും അല്ലെങ്കിൽ വലിയ ഒരാൾ സ്വയം അതിനെ ഈ ബുക്ക് വാങ്ങിച്ച് പഠിച്ചാലും അവർക്ക് വേറെ ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. എന്നുവെച്ചാൽ എല്ലാ എക്സസൈസിൻ്റെയും എല്ലാ ആൻസേഴ്സും കൂടെ കമ്പൈൽ ചെയ്ത് ഒരു സെപ്പറേറ്റ് ചാപ്റ്ററായിട്ട് 19ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ആൻസർ കീ ആണ്. എല്ലാത്തിൻ്റെയും ആൻസർ കൊടുത്തിട്ടുണ്ട്.
അപ്പം എക്സസൈസ് സ്വയം ചെയ്യാം, ചെയ്തിട്ട് ആ ആൻസർ വെച്ച് ചെക്ക് ചെയ്യാം. അപ്പം നമുക്കറിയാം നമുക്ക് എത്ര മനസ്സിലായിട്ടുണ്ടെന്ന്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ബുക്കിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഇറ്റ്സ് എ വൺ ടൈം പർച്ചേസ്, ലൈഫ് ലോങ് യൂസേജ്. അങ്ങനെയെന്ന് വെച്ചാൽ എന്തുവാ, എൻ്റെ ഈ ഒരു ബുക്ക് ഈസി ഇംഗ്ലീഷ് ഗ്രാമർ ഒരു ബുക്ക് വാങ്ങിച്ചാൽ മതി, ലൈഫ് ലോങ് നിങ്ങൾക്ക് ഇതേ ബുക്ക് വെച്ച് നിങ്ങൾക്ക് അങ്ങേ അറ്റം വരെ പോകാം. അതായത് ഒരു ഗ്രാമറിൽ PhD ലെവലിൽ എന്തെങ്കിലും റിസർച്ച് ചെയ്യണമെങ്കിൽ ഇത് പറ്റില്ല. പക്ഷേ അല്ലാതെ സാധാരണപ്പെട്ട ആൾക്കാർക്ക് ആർക്കും തന്നെ ഈ ഒരു ബുക്ക് വാങ്ങിച്ചാൽ മതി, ഈ 10 ബുക്ക് വാങ്ങിക്കേണ്ട കാര്യമില്ല. ഈ ഒരു ബുക്ക്, അതാണ് വൺ ടൈം പർച്ചേസ്, ലൈഫ് ലോങ് യൂസേജ് എന്ന് പറയുന്നത്. വേറൊരു അഡ്വാൻറ്റേജും ഉണ്ട്. ഇത് ഒരു ഫാമിലിക്ക് ഒരു ബുക്ക് മതി. ഇപ്പം ഇംഗ്ലീഷ് ഡിക്ഷണറി എടുത്തോന്ന് വെച്ചാൽ ഒരു വലിയൊരു ഡിക്ഷണറി ഒരു വീട്ടിൽ ഒന്ന് മതി. ഓരോരുത്തർക്കും ഓരോ ഡിക്ഷണറി ആവശ്യമില്ല. എൻ്റെ ബുക്കും അതുപോലെയാണ്. ഞാൻ ഇതൊക്കെ ആലോചിച്ചിട്ടാണ് ഈ ബുക്കിനെ ഈ രീതിയിൽ എഴുതിയത്, ഡിസൈൻ ചെയ്തത്. അപ്പം ഒരു ബുക്ക് വാങ്ങിച്ചാൽ സ്കൂളിൽ പോകുന്ന കുട്ടി തൊട്ട് 50-60 വയസ്സ് ഓഫീസ് ഗോയേഴ്സ് വരെ ആർക്ക് വേണമെങ്കിലും ഈ ബുക്ക് വെച്ച് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു ഫാമിലിക്ക് ഒരു ബുക്ക് വാങ്ങിച്ചാൽ മതി. പിന്നെ ഈ ബുക്കിൽ ഒരു 18 ചാപ്റ്റേഴ്സ് ഉണ്ട്. 19ാമത്തെ ചാപ്റ്ററാണ് ആൻസർ കീ എന്ന് പറയുന്നത്. അപ്പം ഇപ്പം ഞാൻ പറയുന്നത് 3ാമത്തെ എഡിഷനാണ്. അപ്പം ഇത് ഞാൻ ആമസോണിൽ ഒരു 2 ലക്ഷം കോപ്പീസ് വരെ ഞാൻ ഫേസ്ബുക്കിൽ ആഡൊക്കെ കൊടുത്ത് വിറ്റിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് എൻ്റെ അബണ്ടൻസ് പബ്ലിക്കേഷൻ്റെ ഓഫീസിൽ 2-3 സ്റ്റാഫൊക്കെ ഉള്ളതുകൊണ്ട് അവർ പറഞ്ഞു അവർ GPayയിലെങ്ങാണോ അയച്ചാൽ മതി, ഞങ്ങൾ തന്നെ പാക്ക് ചെയ്ത് അയച്ചോളാം എന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ ബാക്ക് എൻ്റെ ഓഫീസിൽ നല്ല സ്റ്റാഫുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവർ തന്നെ പറഞ്ഞു നമ്മൾ തന്നെ അയക്കാൻ വേണമെന്ന്. അങ്ങനെ ഇപ്പം ഞാൻ ആമസോണിൽ അത് കൊടുക്കുന്നില്ല. ഇപ്പം ഞാൻ തന്നെയാണ് ഈ ഫേസ്ബുക്കിൽ ആഡ് കൊടുത്ത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അത് പിന്നെ ഇതിൽ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ബുക്കിനെ ബേസ് ചെയ്ത് ഞാൻ ഒരു 21 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഈ ഒരു ഗ്രാമർ ബുക്കിനും ഈ ഇങ്ങനത്തെ വീഡിയോസൊന്നും കിട്ടത്തില്ല. നേരത്തെ ചില ഗ്രാമർ ബുക്ക്സ്, ഈ കേംബ്രിഡ്ജിൻ്റെ ഗ്രാമർ ബുക്കിലൊക്കെ പുറയിൽ ഒരു CD ഒട്ടിയിരിക്കും. ഇപ്പോഴൊക്കെ ആരാ CD ഉപയോഗിക്കുന്നത്? ആ CD ഒക്കെ ഇട്ടാൽ ചിലപ്പോൾ വർക്കാവത്തില്ല. ഞാനതൊക്കെ നോക്കിയിട്ടുണ്ട്. CD ഉള്ളതുകൊണ്ടേ ഞാൻ ബുക്ക് വാങ്ങിച്ച് CD ഇട്ട് നോക്കുമ്പോൾ അത് പ്ലേ ആവത്തില്ല. അങ്ങനെയൊക്കെ അതൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ അപ്പം ഈ എല്ലാ പ്രോബ്ലംസിനെയും മനസ്സിലാക്കി എല്ലാ പ്രോബ്ലംസിനെയും ഒഴിവാക്കിക്കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ് ഈ 21 വീഡിയോസ്. അതായത് ഇപ്പോൾ എന്തിനാണ് 21 വീഡിയോസിന് 18 ചാപ്റ്ററിൻ്റെ 18 വീഡിയോസ്, അല്ലാതെയും കുറേയൊക്കെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഈ കോമൺ എറേഴ്സ്, അല്ലാതെ ചില ചാപ്റ്റേഴ്സിൻ്റെ ആദ്യമേ ഞാൻ ചിലപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്താൽ അത് പിടികിട്ടത്തില്ല. അപ്പോൾ അതെല്ലാം ചേർത്ത് മിസലേനിയസ് അങ്ങനെയൊക്കെ 21 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഏകദേശം 15 മണിക്കൂറിന് മുകളിൽ പോകുന്നുണ്ട്. ഇപ്പം ഈ വീഡിയോസിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് ഈ വീഡിയോസ് ഉണ്ടാക്കിയത്. അപ്പം വേറെ ആരോ ഒരാൾ ബുക്ക് എഴുതി വേറെ ഒരാൾ അതിനെ വീഡിയോ ആക്കുമ്പം അതിലൊക്കെ ഒരു സ്വരച്ചേർച്ച കാണത്തില്ല, ഒരു അഗ്രിമെൻ്റ് ഇല്ല. വേറെ ഇവിടെ അങ്ങനെയല്ല. ഞാൻ തന്നെയാണ് ഓത്തർ, ഞാൻ തന്നെയാണ് ബുക്ക് എഴുതിയത്, ഞാൻ തന്നെയാണ് വീഡിയോയും ഉണ്ടാക്കിയത്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് എളുപ്പത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, എനിക്ക് എളുപ്പത്തിൽ വീഡിയോ ചെയ്യാൻ പറ്റും. അങ്ങനെ 21 വീഡിയോസും ഞാൻ ചെയ്തത് എന്തിനാന്ന് വെച്ചാൽ, ഇപ്പം ഒരു 10ാം ക്ലാസ് പഠിച്ച ഒരു കൊച്ച് ഫർദറായിട്ട് പഠിക്കണം എന്ന് പറഞ്ഞ് എൻ്റെ ബുക്ക് വായിച്ച് നോക്കുന്നു. ഒരുപാട് ഇടത്ത് അവന് മനസ്സിലാവുന്നില്ല. ഇനി ഈ ബുക്കും കൊണ്ട് ട്യൂഷൻ ടീച്ചർക്ക് പോകണോ, ഇതിന് വേറെ ഒരു ഇംഗ്ലീഷ് ടീച്ചർക്ക് കൊണ്ടുപോയി വെച്ച് പഠിക്കണോ എന്നുള്ള ഒരു പ്രയാസം വേണ്ട. സ്വയമായിട്ട് ആൾക്കാർ പഠിച്ചെടുക്കണം, ഇൻഡിപെൻഡൻ്റ് ആയിട്ടിരിക്കണം. എന്തായിരുന്നാലും ഒരു ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു ഫോറിൻ ലാംഗ്വേജാണ്. ആ ഫോറിൻ ലാംഗ്വേജിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോർമലായിട്ട് തന്നെ പഠിച്ചെടുക്കണം. അപ്പം നിങ്ങൾക്ക് അതിന് കുറച്ച് പൈസ ചിലവ് ചെയ്യണം, സമയം കണ്ടെത്തണം, മെനക്കെട്ടിരുന്ന് വായിക്കണം. ഇതൊന്നും ഇല്ലാതെ സുളുവിൽ ഒരു ലാംഗ്വേജ് നമുക്ക് പഠിക്കാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെയുള്ളപ്പം ഈ 21 വീഡിയോസും നിങ്ങൾക്ക് ഒരുപാട് സഹായം ചെയ്യും.
എൻ്റെ ബുക്കിനെ മനസ്സിലാക്കിയെടുക്കാൻ ഈ 21 വീഡിയോസ് നിങ്ങൾക്ക് സഹായകരമായിട്ടിരിക്കും. അതായത് ബുക്ക് വാങ്ങിക്കുക, ബുക്കിനെ മുൻവശത്ത് വെച്ചേക്കുക, അടുത്ത് നിങ്ങളുടെ ഒരു നോട്ട്ബുക്കും അതിനകത്ത്. അതുമാത്രമല്ല, എൻ്റെ വീഡിയോസിൽ എങ്ങനെ പഠിക്കണം, എന്ത് ചെയ്യണം, ഇടയിലിടയിൽ ഒരുപാട് ടിപ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ പഠിക്കണം, ഇതൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെ ചെയ്യണം. അപ്പോൾ ഒരു ബുക്ക് തുറന്ന് വെച്ചേക്കുക, മുമ്പിൽ നിങ്ങളുടെ ഒരു നോട്ട്ബുക്ക് വെച്ചേക്കുക, ഒരു പേന വെച്ചേക്കുക, വീഡിയോ ഇട്ട് കേൾക്കുക. ആദ്യം വീഡിയോ ഇട്ട് കേൾക്കുക, പിന്നെ ബുക്ക് നോക്കുക, അല്ലെങ്കിൽ സൈഡ് ബൈ സൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ആദ്യം ബുക്ക് വായിക്കുക, പിന്നെ വീഡിയോ കേൾക്കുക. അങ്ങനെ ഈ 21 വീഡിയോസും നിങ്ങൾക്ക് 1 വർഷത്തെ ആക്സസിബിലിറ്റി ഉണ്ട്. അപ്പം 1 വർഷം എന്ന് പറയുമ്പം നിങ്ങൾക്ക് മൊബൈലിലിട്ട് കേൾക്കാം, അല്ലെങ്കിൽ ലാപ്ടോപ്പിലിട്ട് കേൾക്കാം, അല്ലെങ്കിൽ PC യിലിട്ട് കേൾക്കാം. അതുമാത്രമല്ല, നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പം കേൾക്കാം. നിങ്ങൾ എപ്പം ഫ്രീ ആകുന്നോ അപ്പോഴൊക്കെ കേൾക്കാം. ഇപ്പം ഒരാൾ IAS എക്സാം എഴുതുന്നു, എനിക്കിനി 3 മാസമേ ഉള്ളൂ, എനിക്ക് ഗ്രാമർ തീർച്ചയായിട്ടും അർജൻറ്റായിട്ട് ആവശ്യമുണ്ട്, അർജൻറ്റായിട്ട് പഠിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്താൽ മതി. വീട്ടിലിരുന്നുകൊണ്ട് അവനവൻ്റെ വീട്ടിൽ അവനവൻ്റെ ലീഷർ ടൈമിൽ അവനവൻ്റെ സൗകര്യത്തിന് ഇരുന്നുകൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റും. ഇല്ല, എനിക്ക് അത്രയും ഫാസ്റ്റായിട്ടൊന്നും പഠിക്കാൻ പറ്റത്തില്ല, ഞാൻ ജോലിക്ക് പോകുന്നു, എനിക്ക് ഒരു സാറ്റർഡേ സൺഡേയെ കിട്ടുന്നുള്ളൂ, വീക്ക് ഡേയ്സിലൊന്നും എനിക്ക് പഠിക്കാൻ പറ്റില്ല, മതി. സാറ്റർഡേ സൺഡേ സിൻസിയറായിട്ടിരുന്ന് ഒരു 2 മണിക്കൂർ ചിലവിട്ടാൽ മതി, പഠിച്ചെടുക്കാം, 6 മാസത്തിൽ പഠിച്ചെടുക്കാം. സോ എല്ലാം കൊണ്ടും എല്ലാ രീതിയിലും നിങ്ങളുടെ പ്രോബ്ലങ്ങളെ മാറ്റി എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ വെറും ഒരു ബുക്കോടെ നിർത്തിയിരിക്കാം. ഈ 21 വീഡിയോ ചെയ്യാൻ ഞാൻ എത്ര സമയം മെനക്കെട്ടു, എന്തൊക്കെ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്തു എന്നുള്ളത് നിങ്ങളും ഒന്ന് ഓർക്കണം. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പം വീഡിയോസും ബുക്കും കൂടെ വാങ്ങിച്ച് പഠിച്ചെടുത്താൽ ലൈഫ് ലോങ് നിങ്ങൾക്ക് വേറെ ഒരാളിൻ്റെ അടുത്ത് പോകേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പോൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതായത് ഞാൻ ഫേസ്ബുക്കിൽ ആഡ് കൊടുക്കുന്നുണ്ട്. അതിന് ബുക്ക് ഇപ്പം ചിലപ്പം നിങ്ങൾക്ക് ഈ ബുക്കും 21 വീഡിയോസും കൂടെ ചേർത്ത് അതിൻ്റെ വില 3000 രൂപയാണ്. അപ്പം നിങ്ങൾ 3000 രൂപ അടച്ചാൽ എങ്ങനെ അടയ്ക്കേണ്ടതെന്നൊക്കെ ഞാൻ വീഡിയോയിൽ പറയും. ബുക്ക് നിങ്ങൾക്ക് കൊറിയറിൽ വീട്ടിൽ അയച്ചു തരും. 21 വീഡിയോസിൻ്റെ ആക്സസിബിലിറ്റി നിങ്ങൾക്ക് എങ്ങനെ അതിനൊരു പാസ്വേഡും അതിനൊരു ലോഗിൻ ID-യും പാസ്വേഡും തരും. അത് വെച്ച് 365 ഡേയ്സ് വരെ നിങ്ങൾക്ക് ആക്സസ് ചെയ്ത് പഠിച്ചെടുക്കാം. ഓക്കെ, അതാണ് അതിൻ്റെ ഇത്. അല്ല, എനിക്ക് വീഡിയോസൊന്നും വേണ്ട, എനിക്ക് കുറച്ചൊക്കെ ഓൾറെഡി ഗ്രാമർ അറിയാം, കുറച്ചുകൂടെ നല്ല രീതിയിൽ പഠിക്കണമെന്നേ ഉള്ളൂ, എനിക്ക് ബുക്ക് മാത്രം മതി എന്നുണ്ടെങ്കിൽ മതി, ബുക്ക് മാത്രം വാങ്ങിച്ചോണം. ബുക്ക് എന്ന് പറയുമ്പോൾ ബുക്കിൻ്റെ വില 650 ആണ്. ഒരു 100 രൂപയെങ്കിലും കൊറിയറിന് വേണം. അപ്പം 750 മാത്രം GPay ചെയ്താൽ മതി. നിങ്ങളുടെ അതായത് എൻ്റെ വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട്, ഇതിലും തരാം. അപ്പോൾ എൻ്റെ വാട്സപ്പ് ബിസിനസ് നമ്പറാണ് 8848925955. ഇത് തന്നെയാണ് എൻ്റെ GPay നമ്പർ. സോ ഈ GPay നമ്പറിൽ പണം അടച്ചിട്ട് എൻ്റെ ഈ വാട്സപ്പിൽ ഒരു ചാറ്റ് ക്രിയേറ്റ് ചെയ്ത് അതിൽ സ്ക്രീൻഷോട്ട് അയയ്ക്കുക ആദ്യം. പിന്നെ ഉടൻ തന്നെ നിങ്ങളുടെ അഡ്രസ്സ്, കംപ്ലീറ്റ് അഡ്രസ്സ് വിത്ത് പിൻ കോഡ് ഇട്ടാൽ അടുത്ത ദിവസം തന്നെ നമ്മുടെ ഓഫീസിൽ നിന്ന് അത് വെരിഫൈ ചെയ്തിട്ട് ബുക്ക് അയച്ചു തരും. വീഡിയോസ് വേണമെന്നവർ 3000 റുപ്പീസ് ഡയറക്റ്റായിട്ട് അയക്കാം GPayയിൽ. അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഒരു ചാറ്റിൽ പറഞ്ഞാൽ മതി, എന്നെ വിളിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ എപ്പോഴും ഞാൻ എടുത്തു എന്ന് വരത്തില്ല. അതുകൊണ്ട് ഈ വാട്സപ്പ് നമ്പറിൽ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ വിളിക്കേണ്ട, ചാറ്റ് ചെയ്താൽ മതി. ഒരു വോയിസ് മെസ്സേജ് ഇടും, എനിക്ക് ബുക്കും വേണം, വീഡിയോസും വേണം, 3000 രൂപ അടയ്ക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാൻ അതിൽ റേസർ പേ ലിങ്ക് തരാം, അല്ലെങ്കിൽ GPay ലിങ്ക് തരാം. 2-3 ലിങ്ക് ഉണ്ട്. അതിലൊന്ന് തന്നാൽ നിങ്ങൾക്ക് ഈ 21 വീഡിയോസിൻ്റെ ആക്സസിബിലിറ്റിയും നേരിട്ട് കിട്ടും. ഓക്കെ, സോ ഇതൊക്കെ പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയത്. ഇനിയൊരു ചെറിയൊരു വീഡിയോയിൽ എൻ്റെ 21 വീഡിയോയുടെ ചെറിയ ക്ലിപ്പിങ്സ് ഇട്ട് അതും കൂടെ കാണിക്കാം. അപ്പം ഈ 2 വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇത് കണ്ടിട്ട് നിങ്ങളെല്ലാം ബുക്ക് വാങ്ങിക്കണം. നല്ല രീതിയിൽ ഫോറിൻ ലാംഗ്വേജ് ഒന്ന് പഠിച്ചെടുക്കണം. എന്ന് വെച്ചാൽ ഇനി വരുന്ന കാലത്ത് ഇപ്പം
ലേറ്റസ്റ്റായിട്ട് എല്ലാം എ ഐ പവേർഡ് എന്ന് പറയുന്നു. എ ഐ എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. പക്ഷേ ഈ എ ഐ നിങ്ങൾക്ക് എല്ലാം പറഞ്ഞു തരുമെന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. എ ഐ എടുത്ത് എന്തെങ്കിലും ChatGPT എന്തെങ്കിലും ഒന്ന് ചോദിക്കണമെങ്കിൽ നിങ്ങൾക്ക് പ്രോംപ്റ്റ് നല്ല രീതിയിൽ എഴുതണം. പ്രോംപ്റ്റ് എഴുതുന്നത് വെച്ചായിരിക്കും ChatGPT നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം തരുന്നത്. അപ്പം പ്രോംപ്റ്റ് നല്ല രീതിയിൽ എഴുതാൻ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയണം. നല്ല രീതിയിൽ ഇംഗ്ലീഷിൽ കറക്റ്റായിട്ട് പ്രോംപ്റ്റ് ഇട്ടാൽ മാത്രമേ ChatGPTയോ എ ഐയോ നിങ്ങളെ സഹായിക്കാൻ പറ്റത്തുള്ളൂ. സോ ഇനി വരുന്ന കാലത്ത് ഇംഗ്ലീഷ് വളരെ ആവശ്യമുള്ള ഒരു ലാംഗ്വേജാണ്. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഫർദറായിട്ട് പ്രൊമോഷനോ അല്ലെങ്കിൽ വെളിയിൽ എവിടെയെങ്കിലും പോയി ജോലി ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഒരു ടൂർ പോന്നു, സ്വിറ്റ്സർലാൻഡ് പോന്നു, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലോ സ്റ്റേറ്റ്സിലോ എവിടെയെങ്കിലുമൊക്കെ പോന്നു. അപ്പം ഇംഗ്ലീഷ് അറിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയും പിടിച്ചു നിൽക്കാൻ പറ്റും, അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. സോ ഇനി വരുന്ന കാലത്ത് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് വളരെ വളരെ ആവശ്യമുള്ള ഒരു ലാംഗ്വേജാണ്. അതിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും പാടുപെടുന്നത്. അപ്പം എല്ലാവരും മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ബുക്കും വീഡിയോയും വാങ്ങിച്ച് അതിൻ്റെ പ്രയോജനം നല്ല രീതിയിൽ പഠിച്ചെടുത്ത് മനസ്സിലാക്കിയെടുക്കുക. അതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. ക്ഷമയോടുകൂടി കേട്ടതിന് നന്ദി. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ പോലും ആർക്കെങ്കിലും വേണമെങ്കിൽ അവരെയും നിങ്ങൾക്ക് സഹായിച്ച് ഇതിനെക്കുറിച്ച് പറയാം. ഓക്കെ, നന്ദി, നമസ്കാരം.